നൻപകൽ നേരത്ത് മയക്കത്തിനു ശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന പടം. ലിജോയ്ക്ക് ഒപ്പം ആദ്യമായി മോഹൻലാൽ കൈകോർക്കുന്ന ചിത്രം. മലൈക്കോട്ടെ വാലിബൻ അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ മുതൽ പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷയുണർത്തിയ ഘടകങ്ങൾ ഇവയായിരുന്നു. മോഹൻലാലിനെ എങ്ങനെയാവും ലിജോ തൻ്റെ സിനിമയിൽ ഉപയോഗപ്പെടുത്തുക എന്നറിയാനുള്ള കൗതുകം തന്നെയായിരുന്നു മലൈക്കോട്ടെ വാലിബിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ആവേശം പകർന്നത്. നേരിൻ്റെ ഗംഭീര വിജയത്തിന് ശേഷം വരുന്ന മോഹൻലാലിൻ്റെ ചിത്രം എന്നതും മലൈക്കോട്ടെ വാലിബിന് പ്രതീക്ഷ നൽകി. തുടർ പരാജയങ്ങളിൽ നിന്ന് മോഹൻലാലിനെ രക്ഷിക്കാൻ നേരിന് സാധിച്ചിരുന്നു. എന്നാൽ മലൈക്കോട്ടെ വാലിബിന് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രം എന്നതിലുപരിയായി മോഹൻലാലിൻ്റെ ഒരു മാസ് പടം പ്രതീക്ഷിച്ചു വന്നവരാണ് ഏറെയും നിരാശരായത്. മോഹൻലാലിൻ്റെ ഫിസിക്കിനെ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് മലൈക്കോട്ടെ വാലിബനിൽ. ഇടിവളയും കഴുത്തിൽ വലിയ മാലയും താടിയും കെട്ടിവെച്ച മുടിയുമൊക്കെയായി കരുത്തിൻ്റെ ആൾരൂപമായി വാലിബൻ എത്തുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ശക്തിയിലോ ഇടിപ്പെരുമയിലോ പ്രേക്ഷകന് യാതൊരു സംശയവുമില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ മോഹൻലാലിൻ്റെ വാലിബൻ അവതാരത്തെ കൺവിൻസിംഗ് ആയി തന്നെയാണ് ലിജോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. രൂപത്തിൽ മാത്രമല്ല, ആക്ഷൻ രംഗങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനമാണ് മോഹൻലാൽ കാഴ്ചവെക്കുന്നത്. സംഘടനാ സീനുകളിലെല്ലാം അനിഷേധ്യമായ രീതിയിൽ മികവ് പുലർത്തുന്നുണ്ട്. എന്നാൽ പുറം കാഴ്ചക്കപ്പുറം വാലിബൻ്റെ മനസ്സ് പ്രേക്ഷകന് പിടികിട്ടണമെങ്കിൽ കുറച്ചേറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. രണ്ടാം പകുതിയോടെ മാത്രമാണ് വാലിബൻ എന്ന കഥാപാത്രം പ്രേക്ഷകരുമായി അല്പമെങ്കിലും ഇമോഷണലി കണക്റ്റ് ആവുന്നത്. അതുവരെ നാടോടിക്കഥയിലെ അതിശക്തനായൊരു മല്ലനെ പോലെ അയാൾ ജയങ്ങളിൽ നിന്നും ജയങ്ങളിലേക്ക് സഞ്ചരിക്കുക മാത്രം ചെയ്യുന്നു. വാലിബൻ മാത്രമല്ല, കഥയിൽ വന്നു പോകുന്ന പല കഥാപാത്രങ്ങളും സമാനമായ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. നേരങ്ങളിൽ വന്നു പോകുന്നു എന്നതിനപ്പുറം കഥാപാത്രങ്ങൾ പ്രേക്ഷകരുമായി കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആദ്യ പകുതിയെ വിരസമാക്കുന്നത് ഈ കണക്ഷൻ ഇല്ലായ്മയാണ്. ഒരു നാടോടിക്കഥ പറയുന്നത് പോലെയാണ് ചിത്രത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ആ കഥകളിൽ നിന്നിറങ്ങി വന്നതുപോലുള്ള ദേശങ്ങൾ, കാവ്യാത്മകമായ പേരുകളുള്ള ആ ദേശങ്ങളെ മികവാർന്ന ദൃശ്യങ്ങളായി പ്രേക്ഷകരുടെ മനസ്സിൽ കൊത്തിവെക്കുന്നതിൽ ഛായാഗ്രഹകൻ മധു നീലകണ്ഠനും കയ്യടി നേടുന്നുണ്ട്. മലയാള സിനിമ ഇതുവരെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളാണ് മലൈക്കോട്ടെ വാലിബനിലെങ്ങും. വലിയ ക്യാൻവാസുകൾ, ആൾക്കൂട്ടം നിറയുന്ന ഫ്രെയിമുകൾ എല്ലാം എണ്ണച്ചായ ചിത്രങ്ങൾ പോലെ അഴകിൽ സ്ക്രീനിൽ തെളിയുകയാണ്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് ഈ വിഷ്വൽ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. കാഴ്ചയുടെ ഉത്സവമാണ് മലൈക്കോട്ടെ വാലിബൻ സമ്മാനിക്കുന്നത്. പലയിടത്തും പതിഞ്ഞ താളത്തിൽ നീങ്ങുന്ന ചിത്രം എൻഗേജിംഗ് അല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്നത് കാഴ്ചയുടെ ഈ പകിട് കൂടിയാണെന്ന് പറയാതെ വയ്യ. കാഴ്ചക്കാർക്ക് കാഴ്ചകൾ സമ്മാനിക്കാനും പരീക്ഷണങ്ങൾക്കും യാതൊരു മടിയും കാണിക്കാത്ത ലിജോയുടെ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വേറിട്ടൊരു ശ്രമമാണ് മലൈക്കോട്ടെ വാലിബൻ. ലിജോയുടെ മുൻ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നായകൻ കുറച്ച് കരുത്തനാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി പടം എന്ന ടാഗിൽ നിന്നും എന്തും പ്രതീക്ഷിക്കാം എന്ന രീതിയിലേക്ക് ലിജോ തൻ്റെ പ്രേക്ഷകരെ ഇക്കാലം കൊണ്ട് പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നതിനാൽ ഒരു LJP പടം പ്രതീക്ഷിച്ചു വന്നവരെ ചിലപ്പോൾ ഈ ചിത്രം നിരാശപ്പെടുത്തിയെന്ന് വരില്ല. എന്നാൽ എല്ലാവരുടെയും കപ്പിലെ ചായയല്ല മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാലിൻ്റെ മാസ് പടം പ്രതീക്ഷിച്ചെത്തുന്ന പ്രേക്ഷകരെ ചിത്രം തികച്ചും നിരാശപ്പെടുത്തും. അത്തരം ചിത്രങ്ങളുടെ ചടുലതയോ എൻഗേജിംഗ് സ്വഭാവമോ മലൈക്കോട്ടെ വാലിബനിൽ കണ്ടെത്താനാവില്ല. തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള അഡ്രിനാലിൻ റഷ് മൊമെൻറ്റുകളും വാലിബനിൽ ഇല്ല.